സോ ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഒരു വലിയൊരു ചാപ്റ്റർ ആണെങ്കിലും നമ്മളതിനെ ഭയങ്കര സിമ്പിളായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് വിച്ച് ഇസ് നൺ അതർ ദാൻ പീഡിയാട്രിക്സിലെ ഇൻറ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് ഫോർ നിയോനെറ്റൽ ആൻഡ് ചൈൽഡ്ഹുഡ് ഇൽനെസ്സിനെ കുറിച്ചിട്ടാണ്. ഇപ്പം തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും വരാറുണ്ട്. സോ ഓരോ കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് കുഞ്ഞിന് ബെറ്റർ ആയിട്ടുള്ള കെയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ആദ്യത്തെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പിങ്ക്, ഹോസ്പിറ്റൽ റെഫറൽ അഡ്മിഷനാണ്. അതായത് ചെറിയ സബ് സെൻറ്റേഴ്സിൽ നിന്നെല്ലാം ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്ത് വന്നത്. ഈ ഒരു ലെവലിൽ ഇൻഡിക്കേറ്റ് സിവിയർ ഇൽനെസ്. ഫോർ എക്സാമ്പിൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റെക്കറൻ്റ് ആയിട്ടുള്ള ഡയറിയ, ന്യൂമോണിയ, പിന്നെ കുഞ്ഞിൻ്റെ ഡീഹൈഡ്രേഷൻ, ഇതെല്ലാം. സോ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് പ്രോംപ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ് നടത്തുകയും വേണം ഇവിടെ. ഓക്കെ, so indicate a severe illness requiring immediate hospitalization and a higher level of care. Examples include severe pneumonia, severe dehydration, and severe malnutrition. Prompt ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ടു ഇനിഷ്യേറ്റ് pre-referral treatment like first dose of antibiotics or fluids and arrange a rapid transport. 2A is yellow, which is a specific treatment at the clinic. Specific ആയിട്ടുള്ള conditions that can be managed at the clinics with a specific treatment. ക്ലിനിക്സിൽ വെച്ച് തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൽനെസ് മാറ്റാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആൻഡ് വി ക്യാൻ കാറ്റഗറൈസ് ഇറ്റ് ഇൻ ടു യെല്ലോ. ഇതിൽ മാറിയില്ല എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഷിഫ്റ്റ് ഇൻ ടു റെഫറൽ യൂണിറ്റ് ആൻഡ് വിച്ച് കംസ് അണ്ടർ പിങ്ക് താഴെ യെല്ലോ. നമ്മൾ തന്നെ ഒരു ആലോചിച്ച് നോക്കിയാൽ എന്താടാ ഈ ട്രാഫിക്കിൻ്റെ ലൈറ്റിനകത്ത് ഏറ്റവും മുകളിൽ റെഡ്, പിന്നെ കുറച്ചും കൂടി സ്ലോ ആയി പോകാൻ വേണ്ടി ഓറഞ്ച്, പിന്നെ താഴെ ഗ്രീന്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു വേരിയേഷൻ, റെഡിൻ്റെ ഒരു വേരിയേഷൻ അല്ലേ, അങ്ങനൊരു വേരിയേഷനാണ് പിങ്ക്. പിന്നെ തൊട്ട് താഴെയുള്ളതാണ് ഓറഞ്ചിൻ്റെ ഒരു വേരിയേഷനാണ് യെല്ലോ. ഏറ്റവും താഴെ ഏതാണ്? ഗ്രീന്. അപ്പോൾ ഇവിടെ അതുപോലെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട് വരുന്നത് പിങ്ക്, വിച്ച് ഇസ് എ റെഫറൽ യൂണിറ്റ്. രണ്ടാമത്തത് യെല്ലോ, സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അറ്റ് ദ ക്ലിനിക്സ് ഇറ്റ് സെൽഫ്. ആൻഡ് ഗ്രീൻ എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ നമുക്ക് ഹോം മാനേജ്മെൻ്റ് ആണ്. സോ 2A ഈസ് യെല്ലോ, വിച്ച് ഇസ് എ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് അറ്റ് ക്ലിനിക്സ്. സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ് നമുക്ക് ക്ലിനിക്സിൽ തന്നെ വെച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആൻഡ് ഇനിഷ്യേറ്റ് ഓറൽ ആൻറ്റിബയോട്ടിക്സ് ഫോർ ന്യൂമോണിയ ആൻഡ് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി ഫോർ ഡയറിയ. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ടു അഡ്മിനിസ്റ്റർ അപ്രോപ്രിയേറ്റ് മെഡിസിൻ പ്രൊവൈഡഡ് ഹോം കെയർ മെഡിക്കേഷൻസ് ആൻഡ് ഫോളോ അപ്പ്. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കുഞ്ഞിന് ആവശ്യമുള്ള മെഡിസിൻസിനും കൂടാതെ തന്നെ ഇനി എന്നാണ് വരേണ്ടത് എന്ന ഫോളോ അപ്പും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തയാണ് 3A ഗ്രീൻ, വിച്ച് ഇസ് ഹോം മാനേജ്മെൻറ്റ്. വീട്ടിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. ഇറ്റ് ഇൻഡിക്കേറ്റ് മൈൽഡ് കണ്ടീഷൻ ദറ്റ് ക്യാൻ ബി മാനേജ് ഇൻ ദ ഹോം. വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. എക്സാമ്പിൾ ചെറിയ ഒരു കഫക്കെട്ട്, ചെറിയ കോൾഡ്, മൈൽഡ് കഫ് ആൻഡ് മൈൽഡ് കോൾഡ് ആർ എക്സാമ്പിൾസ്. ആൻഡ് വി ക്യാൻ ഇൻസ്ട്രക്ട് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ടു കൗൺസിൽ ദ മദർ ആൻഡ് ഹോം കെയർ. എങ്ങനെയാണ് വീട്ടിൽ വെച്ച് കുഞ്ഞിനെ കെയർ ചെയ്യേണ്ടത്. അപ്പം തന്നെ കുഞ്ഞിന് പ്രോപ്പറായിട്ട് എങ്ങനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാം, പിന്നെ ആൻഡ് എപ്പോഴാണ് വീട്ടിലോട്ട് പോകുന്നത്, ബാക്കി കാര്യങ്ങൾ എങ്ങനെ നോക്കാം എന്നെല്ലാം പറയുന്നുണ്ട്. സോ ഇത്രയാണ് ഇൻറ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് ഫോർ നിയോനെറ്റൽ ആൻഡ് ചൈൽഡ്ഹുഡ് ഇൽനെസ് ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി ഒരു കാര്യം കൂടി പഠിക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ വോട്ടെവർ നമ്മൾ ആര് പേഷ്യൻസിനെ കിട്ടിയാലും നമ്മൾ ആദ്യം അവരെ അസസ് ചെയ്യാറുണ്ടല്ലോ. സോ ഫസ്റ്റ് വൺ ഈസ് ദ അസസ്മെൻറ്റ് പാർട്ട്. ആൻഡ് വി ഹാവ് ടു ചെക്ക് ഫോർ ഡേഞ്ചർ സൈൻസ് ഇൻ ചിൽഡ്രൻ. സോ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡേഞ്ചർ സൈൻസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ആൻഡ് ഡേഞ്ചർ സൈൻസിൽ ഇനി ബ്രസ്റ്റ് ഫീഡിങ് ഇഷ്യൂസ്, കുഞ്ഞിന് എന്തെങ്കിലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ, ക്ലെഫ്റ്റ് പാലറ്റ് ഉണ്ടോ, എന്താണെങ്കിൽ വി ഹാവ് ടു അസസ്. കാരണം ഇപ്പം കുഞ്ഞിന്
ഏറ്റവും ആകെ ഉള്ളൊരു സോഴ്സ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത് ഈ ബ്രസ്റ്റ് മിൽക്കാണ്. ബ്രസ്റ്റ് മിൽക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഹൈപ്പോവോളിയം ഡീഹൈഡ്രേഷനിലോട്ടും ഹൈപ്പോവോളിയമിലോട്ട് ഈവൻ ഷോക്കിലോട്ടും ഡെത്തിലോട്ടും പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ ബ്രസ്റ്റ് മിൽക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അത് നമ്മുടെ ഡൈജഷനെ ബാധിക്കും. ഈവൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിലേ വരെ ഉണ്ടാക്കാം. രണ്ടാമത്തെയാണ് ഫീവർ ഓർ കൺവൽഷൻ. പിന്നെ വോമിറ്റിംഗ് മേ ബിക്കം കുറേ തവണ വോമിറ്റ് ചെയ്ത് അൺകോൺഷ്യസ് ആവാം, ലീഡ് ലെതർജി ആൻഡ് ഇഫ് ദർ ഈസ് എനി ഇഷ്യൂ വിത്ത് ബ്രെയിൻ. ഓക്കെ, ഇനി ഡിപ്പെൻസ് അപ്പോൺ ഡേഞ്ചർ സോൺസ്. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അസസ്മെൻറ്റ് നടത്തിയിരിക്കണം. ആൻഡ് എന്ത് ടൈപ്പ് ഓഫ് പ്രശ്നമാണെന്നനുസരിച്ച് ഇപ്പം തന്നെ ഡയറിയ ആണോ അല്ലെങ്കിൽ വോമിറ്റിംഗ് ആണോ എന്നൊക്കെ നോക്കുക. ദെൻ നിയോനെറ്റൽ കൺവൽഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കുഞ്ഞിന് ആദ്യം തന്നെ കുഞ്ഞിന് നല്ല രീതിയിൽ അസസ്മെൻറ്റ് ചെയ്യുക, കുഞ്ഞിന് വാംത്ത് കൊടുക്കുക ആൻഡ് ഹൈപ്പോതെർമിക് ഷോക്കിലോട്ട് പോകാനായിട്ട് നോക്കുക. ഹൈപ്പർതെർമിക് ഷോക്ക് കാരണം ഫീവർ വന്നിട്ട് ഫെബ്രൈൽ സീഷേഴ്സ് വരാൻ ചാൻസ് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക്. ആൻഡ് ഹൈപ്പർതെർമിക് ഷോക്കിലോട്ട് പോകാൻ നോക്കുക. ദെൻ വി ഹാവ് ടു അഡ്മിനിസ്റ്റർ ഡയാസെപ്പം. ആൻഡ് കുഞ്ഞിന് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് അതായത് ഇൻഹലേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രിഡർ സൗണ്ടാണ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു ഗെസ് ദാറ്റ് ന്യൂമോണിയ ആവാനൊരു ചാൻസ് ഉണ്ട് എന്ന്. ഇനി AVPU ദാറ്റ് ഈസ് അലേർട്ട്. AV ഫോർ വോയിസ്, P ഫോർ പെയിന് ആൻഡ് U ഫോർ അൺറെസ്പോൺസീവ്നെസ്. അലേർട്ട്, ദെൻ V for voice, P for pain and U for unresponsiveness. ഓക്കെ, ഇനി സ്മോൾ ചൈൽഡ് വിത്ത് സെൻട്രൽ സൈനോസിസും അവർക്ക് സ്ട്രിഡറും ഉണ്ടെങ്കിൽ, അതായത് സെൻട്രൽ സൈനോസിസ് ഉണ്ട് അതുപോലെ തന്നെയാണ് അവർക്ക് സ്ട്രിഡറും ഉണ്ടെങ്കിൽ വി ക്യാൻ തിങ്ക് ദാറ്റ് ഓക്കെ പേഷ്യൻറ്റിന് ന്യൂമോണിയ ആവാൻ ഒരു ചാൻസ് ഉണ്ട് എന്ന്. ദെൻ ബെൻസൈൽ പെൻസിലിൻസിനും ജെൻറ്റാമൈസിനും നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. കാരണം ഈ ബെൻസൈൽ പെൻസിലിന് സ്ട്രോങ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് ആണ് ആൻഡ് ബാക്ടീരിയൽ സെൽ വാളിനെ ഇത് ഡാമേജ് ചെയ്യും. റെസ്പിറേറ്ററി എസ്പെഷ്യലി ഡയറക്ട്ലി ജനറേറ്റഡ് ബൈ ജെൻറ്റാമൈസിൻ. പിന്നെ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസിനെ കുറയ്ക്കും. ഓഫ്കോഴ്സ് ആൻറ്റിബയോട്ടിക് സ്കിൽസ് മൈക്രോ ഓർഗാനിസംസ്. ഇത് രണ്ടിനും കൂടി ഒരു സിനർജിസ്റ്റിക് എഫക്റ്റാണ് ഉള്ളത്. ആൻഡ് ട്രാഡൽ ഡെത്ത്. Start medication for pneumonia. Administer amoxicillin 250 mg and dissolved ആയിട്ടുള്ള amoxicillin കൊടുക്കുക. ഇഫ് ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഫാസ്റ്റ് ബ്രീത്തിങ് ആണ് കുഞ്ഞ് കാണിക്കുന്നതെങ്കിൽ എക്സ്പെക്ട് ദാറ്റ് ദെയർ ഈസ് ന്യൂമോണിയ. ആൻഡ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കോസസ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഡിക്രീസ് ആയിരിക്കും, ലിംഫോസൈറ്റ് ഡിക്രീസ് ആവുന്നത്. ദെൻ അഡ്മിനിസ്റ്റർ വൈറ്റമിൻ എ ടു ദ ചൈൽഡ് ആൻഡ് ട്രീറ്റ് ദ വീസ്. Then indrawing of the chest, breathing in, intercostal muscles drops inside. കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടി ഉണ്ടോ എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഓക്കെ, ഇനി ഗ്രീനിലാണെങ്കിലും നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള സൈനസ് സിംറ്റംസ് ഉണ്ടോ നോക്കുക. കുഞ്ഞിന് പ്രോപ്പറായിട്ടുള്ളൊരു നെബുലൈസേഷൻസ് കൊടുക്കുക. ഡയറിയാണ്, ലൂസ് സ്റ്റൂൾസ് ആണെങ്കിൽ ഹൈപ്പോവോളിമിക് ഷോക്കിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ബ്ലഡ് ഉണ്ടെങ്കിൽ വി ക്യാൻ ഗെസ് ഇറ്റ് ആസ് ഡിസെൻട്രി. സിവിയർ ഡീഹൈഡ്രേഷൻ, ആൻഡ് സിവിയർ പെർസിസ്റ്റൻ്റ് ഡയറിയ, അങ്ങനെ ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ട്. അടുത്തത് സങ്കൺ ഐസാണ്. അബ്ഡോമിനൽ ടെൻഡനിങ്, ഗീവ് RL. കാരണം നല്ല ഹൈപ്പോവോളിമിക് ഷോക്കിലോട്ട് പോവാതെ ഇരിക്കാനായിട്ട് നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ് RL. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡയറിയ ഉണ്ടെങ്കിൽ, വെറുതെ ചെറിയ കുഴപ്പമാണെങ്കിൽ നമുക്ക് നോർമൽ NS കൊടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇത് ഹൈപ്പോവോളീമിയ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റെക്കറൻറ്റ് ഡയറിയ ആണെന്ന് പറയുമ്പം RL വേണം കൊടുക്കാൻ. MCQ ആയിട്ട് ചോദിക്കാം. ആൻഡ് ഇറ്റ് ഈസ് യൂസ് ടു റീസ്റ്റോർ ബ്ലഡ് വോളിയം. പ്ലാസ്മ ലെവലിനെ വി ക്യാൻ മേക്ക് ദ പ്ലാസ്മ ലെവൽ കോൺസെൻട്രേഷൻ, ഇലക്ട്രോലൈറ്റ്സിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ. ആൻഡ് ഏർജൻ്റായിട്ട് കൊടുക്കുന്ന ഫ്ലൂയിഡ് ദാറ്റ് ഈസ് RL ആണ്, റിഞ്ചോലാക്റ്റേറ്റ്. ദെൻ അടുത്തയാണ് ക്രിസ്റ്റലൈറ്റ് സൊല്യൂഷൻസ്. aqueous solution with more water content. Then isotonic
concentration of blood is equal to concentration of the solution. ഹൈപ്പോടോണിക്കിൽ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. മാനിറ്റോൾ ഒരു ഓസ്മോട്ടിക് ആയിട്ടുള്ള ഡയൂററ്റിക് ആണ് കേട്ടോ. ഇനി വിസിറ്റഡ് ബൈ എൻഡമിക് ഏരിയയിൽ നിന്നും വന്ന ഒരാളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് മെഡിക്കൽ ചെക്കപ്പുകൾ നടക്കണം. ആൻഡ് സിംറ്റംസ് ഹാപ്പൻ ഒരു എൻഡമിക് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് വന്നു, അപ്പോൾ അവർക്ക് സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അവർക്ക് ചെക്ക് ചെയ്ത് പോകണം. ആൻഡ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മലേറിയ ആണെങ്കിൽ നമ്മൾ മലേറിയൽ ഡ്രഗ്സ് കൊടുക്കണം ഇഫ് എഫക്റ്റഡ്. പിന്നെ അത് ട്രീറ്റ് ചെയ്യുക. ബിക്കോസ് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സീഷേഴ്സ് വരെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. മീസിൽസിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് കോർണിയൽ ക്ലൗഡിങ്, ബ്ലൈൻഡ് ആവാം. ദെൻ റുബെല്ലയ്ക്ക് ബ്ലൈൻഡ്നെസ് ഉണ്ടാകും. ഇപ്പം അമ്മ റുബെല്ലയുമായിട്ട് അഫക്റ്റഡ് ആണ് എങ്കിൽ കുഞ്ഞിന് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും എന്നാണ്. ആൻഡ് ആൻറ്റിനേറ്റൽ പീരീഡിൽ റുബെല്ല വാക്സിന് നമ്മൾ TTയുടെ കൂടെ തന്നെ അവിടെ എടുക്കണം. ആൻഡ് ബേബിക്ക് വൈറ്റമിൻ എ അഡ്മിനിസ്റ്റർ ചെയ്യണം. ഇത് കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ ബാക്കിയുള്ള ഡ്രഗ്സിൻ്റെ കൂടെ തന്നെ നമുക്കിത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും കാര്യമാണ് ഈ പറഞ്ഞത്. സോ ഇവിടെ പ്രോപ്പറായിട്ടുള്ള അസസ്മെൻറ്റ് എന്താണെന്നും ഡേഞ്ചർ സൈൻ എന്താണെന്നും ഡയറിയ വോമിറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിൻ്റെയൊക്കെ മാനേജ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. ആൻഡ് പിന്നെ ന്യൂമോണിയ, ഡയറിയ പറഞ്ഞു, വോമിറ്റിങ് പറഞ്ഞു, ന്യൂമോണിയ വരാനുള്ള സാഹചര്യങ്ങൾ അതിനെങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മാനേജ്മെൻറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ദെൻ പിന്നെ ഗ്രീൻ ആണെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഡയറിയ ഒന്നും കാണാൻ വഴിയില്ല. നമുക്ക് വീട്ടിൽ ചെറിയ കഫൊക്കെ നെബുലൈസേഷൻ കൊടുക്കാവുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, പിന്നെ എപ്പോഴൊക്കെ ചെക്ക് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതകൾ, എൻഡമിക് ആയിട്ടുള്ള ഏരിയ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്ത്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.